ഹലോ, അങ്ങനെ ഇന്നും നമ്മൾ പതിവ് പോലെ 3 പേരും കറങ്ങാൻ ഇറങ്ങിയേക്കാണ് ട്ടാ. എവിടെ എങ്ങോട്ട് കറങ്ങാൻ പോവാ എന്നുള്ളതിന് കുറേ നേരം റിസർച്ച് ചെയ്ത് ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതാണ് ആനപ്പാറ. കണ്ടുപിടിച്ചു വന്നപ്പോൾ സ്ഥലം വീടിൻ്റെ അടുത്താണ്, കുറച്ചുണ്ടായുള്ളൂ. ചെന്നപ്പോൾ ഉണ്ടാ ഒരു വീട്ടുപറമ്പിൽ ഒരു പാറ. ഗൂഗിളിൽ നോക്കിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വന്നിട്ടില്ല. അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടെ ഒരു പാറ, പിന്നെ അവിടെ ഒരു വിളക്ക് വയ്ക്കുന്ന സ്ഥലം ഉണ്ടായി, പിന്നെ ചുറ്റും വാഴത്തോപ്പ്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കാണാനാണോ ഇത്ര ദൂരം വന്നേന്നായി പോയി. എന്തേലും ആവട്ടെ, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പുതിയ അറിവ് നേടുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേഗം വണ്ടി എടുത്ത് പോന്നു. ആനപ്പാറ കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങളെല്ലാം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് ചായ കുടിച്ച് വീണ്ടും കൂടുതൽ സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ചെറിയ ചായക്കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് മസാല ബോണ്ടയും വടയും അങ്ങനത്തെ കുറച്ച് എണ്ണക്കടികൾ മേടിച്ചു. അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ, ചമ്മന്തിയൊക്കെ. പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് മുട്ടക്കാന്തരി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒരെണ്ണം മേടിച്ചു, ചുമ്മാ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ചായയും ഒക്കെ നല്ലതായിരുന്നു. ഞാൻ കട്ടനാണ് പറഞ്ഞത്. നല്ല ഏലക്കായ ഇട്ടിട്ടുള്ള ചായ ആയിരുന്നു. മുട്ടക്കാന്തരി നല്ല എരിവുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു, വീണ്ടും വീണ്ടും തിന്നു. കാരണം സാഹസികം അതാണല്ലോ. എരിഞ്ഞ കിളി പാറി ദിശ ഏതാണെന്ന് മനസ്സിലാവാണ്ടായി പോയിട്ടാ. ആക്ച്വലി അത്ര എരിവൊന്നുമില്ല, എനിക്ക് ഒട്ടും എരിവ് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ചേട്ടനും ചേച്ചിക്കും ഒക്കെ അത് ഓക്കെ ആയിരുന്നു കേട്ടോ. എരിവ് എനിക്കാണ് പറ്റാണ്ടിരുന്നത്. എന്നാലും ഞാൻ എരിവ് സഹിച്ച് കടിച്ചു പിടിച്ച് അതൊക്കെ തിന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാമെന്നുള്ള പ്ലാനായി. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ എവിടെ പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ നേരെ ചീപ്പിൻചിറയാണ് കേട്ടോ പോയത്. അവിടെ വന്നിട്ട് ഇങ്ങനെ പുഴയാണെന്നാണ് തോന്നുന്നത്. ആ പുഴയും പിന്നെ കുറേ സ്ഥലങ്ങളും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന പ്ലേസ് ആണ് കേട്ടോ. അവിടെ ഒരു സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു പർപ്പിൾ വയലറ്റ് കളറൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു നഗ്ഗറ്റ്സും മേടിച്ച് അതും കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വീട്ടിൽ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ.